നിങ്ങൾ ആരെങ്കിലും പുഴയിൽ ഇരുന്ന് ഊണ് കഴിച്ചിട്ടുണ്ടോ? എന്നാ നമുക്ക് ഇന്ന് കഴിക്കാം, എന്റെ കൂടെ പോരെ. ഇതാണ് നമ്മ പറഞ്ഞ ഫ്ലോട്ടിംഗ് ഫുഡ് ഹാള്. സംഭവം കിട്ടിയിട്ടില്ലേ? നമുക്കിതൊരു പുതിയ അനുഭവം കേട്ടാ. നമ്മുടെ ഈ തൃപ്രയാർ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു ഫുഡ് സ്പോട്ട് വന്നിട്ടില്ല. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിന് സംഭവം കിടുക്കനായ ഒരു എക്സ്പീരിയൻസിന് കൂട്ടുകാർ മസ്റ്റായിട്ട് വന്നിട്ട് ട്രൈ ചെയ്യണം. പുഴയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പുഴയിൽ മീൻ വളർത്തുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മീനെ പിടിച്ച് വറുത്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് അവർ സെറ്റ് ചെയ്തിരുന്നതായിരിക്കും. അതും ഒരു വെറൈറ്റിന് തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം സംഭവം എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളിപ്പോ പ്രഡിക്ഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ തന്നെ നമ്മൾ അവിടെ കയറി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. സംഭവം ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് കാലത്തൊക്കെ വന്ന് പുഴയിൽ നോക്കിയിരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. സംഭവം കിടക്കനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഊണ് കഴിച്ചത്. ഊണും പാഡായിട്ടുണ്ട്. 55 രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു ഊണ് കിട്ടും. 3-4 തരം കറികളും തോരനും, ചാള വറുത്തത്, അയില വറുത്തത്, കരിമീൻ വറുത്തത്, ബീഫ്, ചിക്കൻ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. അതുപോലെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തും നമുക്ക് ഉണ്ടാക്കി തരും പറയുന്നത്. അതുപോലെ അവിടെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അത് മസ്റ്റായിട്ട് കഴിച്ചോണ്ട് ഊണിന്റെ കൂടെ കിട്ടും. അപ്പൊ ഒരു അടിപൊളി ഊണ് ഉച്ചയ്ക്ക് പുഴയിൽ ഇരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരം കളയേണ്ട ആ തൂക്കുപാലത്തിന്റെ അടുത്തുള്ള രുചി ഹോട്ടലിലേക്ക് പോരെ. സംഭവം കിടുക്കനൊരു ഊണ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തൃപ്രയാർ പാലൊക്കെ കാണാം. സംഭവം കിടുക്കിയിട്ടുണ്ട്. എനിക്കൊരു പുതിയ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പുഴയിൽ ഇരുന്നിട്ട് ഊണ് കഴിക്കുക. അതായത് പുഴക്കാറ്റൊക്കെ കൊണ്ട് സംഭവം നല്ല കൂളായിട്ട്. ചൂടൊന്നും ഇല്ല കേട്ടോ. നട്ടുച്ച നേരത്തെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വെള്ളത്തിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇരുന്നിട്ട് ഊണ് കഴിക്കുക. അപ്പൊ കൂട്ടുകാരെന്തായാലും ഒരു തവണ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടിന് കൂട്ടുകാരപ്പം മറക്കണ്ട. രുചി ഹോട്ടല് തൂക്കുപാലത്തിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ കൂട്ടുകാർ വന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.